കാസർഗോഡ് മിഞ്ചിപ്പദവിയിലെ എൻഡോസൾഫാൻ അവശിഷ്ടം പരിശോധിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് ജില്ലയിലെത്തും. എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയത് അശാസ്ത്രീയ രീതിയിലെന്ന പരാതിയിൽ കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് നൽകിയിരുന്നു. കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ മിഞ്ചിപ്പദവ് നെഞ്ചമ്പറമ്പിൽ 10 വർഷം മുമ്പ് അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടു എന്ന പരാതിയിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് പരിശോധനയ്ക്കായി മൈസൂരിൽ നിന്നുള്ള കേന്ദ്ര സംഘം ജില്ലയിലെത്തുന്നത്. പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിലെ ഒഴിഞ്ഞ കിണറിൽ എൻഡോസൾഫാൻ അവശിഷ്ടം തള്ളിയത് ഭൂഗർഭജലത്തെ മലിനമാക്കിയെന്ന് കാണിച്ച് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ രവീന്ദ്രനാഥ് ഷാൻഭോഗ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി പഠനം നടത്തി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. Kasaragod district administration and Kerala government did not listen to what we said. Ultimately, we had to approach National Green Tribunal, and now National Green Tribunal has issued notices to Pollution Control Department, state government as well as the central government. മിഞ്ചി പദവിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ 2 പതിറ്റാണ്ടിലേറെ എൻഡോസൾഫാൻ തളിച്ചത് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് 2002 നിർത്തിവച്ചിരുന്നു. ഇത്തരത്തിൽ എൻഡോസൾഫാൻ തളിക്കുന്നതിന്റെ ഫലമായി നിരവധി കുട്ടികൾ വൈകല്യങ്ങളോടെയും രോഗങ്ങളോടെയും ജനിക്കുകയും ചെയ്തിരുന്നു. എൻഡോസൾഫാൻ നിരോധിച്ചപ്പോൾ 2000 നിരോധിച്ചപ്പോൾ എൻഡോസൾഫാൻ ഇവര് കുഴിച്ച് മൂടിയിട്ടുണ്ട്. 2014 കേരള സർക്കാർ ഒരു തീരുമാനമെടുത്തു. നെഞ്ചമ്പറമ്പിലെ കിണറിലിട്ട എൻഡോസൾഫാൻ കുഴിച്ചെടുത്ത് പരിശോധിക്കുമെന്ന്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. 2013 ഉപയോഗിക്കാത്ത എൻഡോസൾഫാൻ കണ്ടെയ്നറുകൾ കിണറിൽ നിക്ഷേപിച്ചതായി സുരക്ഷാ ജീവനക്കാരൻ മൊഴി നൽകിയത്. മിഞ്ചി പദവിനോട് ചേർന്ന കർണാടകയിലെ വില്ലേജുകളിലും എൻഡോസൾഫാൻ ഇരകളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷാൻഭോഗ് ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചത്. റിപ്പോർട്ടർ, കാസർഗോഡ്.